സംസ്ഥാനത്ത് ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളൊന്നാണ് തിരൂർ. മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറിയതോടെ തിരൂരിൻ്റെ മത്സര ചിത്രം തന്നെ മാറി. അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുന്നു. പ്രചരണം ആദ്യഘട്ടത്തിലാണല്ലോ, എങ്ങനെയുണ്ട്? വളരെ നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തിരൂരിലെ ജനങ്ങൾ ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. അതിന് കാരണം എത്രയോ വർഷമായി നമ്മുടെ ഈ നാട് പിന്നോട്ട് പോവുകയാണ്. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, അത് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ മറ്റുള്ള ഏത് മേഖലയിലും വരുത്താൻ ഇവിടുന്ന് ജയിച്ചു പോകുന്ന MLA-മാർക്കോ MP-മാർക്കോ കഴിയുന്നില്ല. അതൊരു വസ്തുതയാണ്. ഓരോ സ്ഥലങ്ങളിലും വോട്ടഭ്യർത്ഥിച്ച് നമ്മളെത്തുമ്പോൾ അവിടെ നിന്നെല്ലാം കിട്ടുന്നത് നമുക്കൊരു മാറ്റം ഉണ്ടാവണം. ഞങ്ങളെല്ലാം മാറ്റം ആഗ്രഹിക്കുന്നു. കാരണം ഈ ഒരു കഴിഞ്ഞ 10 വർഷമാണ് കുറേ കൂടി കാര്യങ്ങൾ തിരൂരിൽ വന്നത്. അതിൽ ഇപ്പോൾ അപ്രോച്ച് റോഡുകളായാലും സ്കൂൾ കെട്ടിടങ്ങളായാലും ഒക്കെ തന്നെ വന്നത് ഇടതുപക്ഷ ഗവൺമെൻറ് ശ്രമഫലമായി ഇവിടുത്തെ MLA പോലും ആവശ്യപ്പെടാത്ത പദ്ധതികൾ ഞങ്ങളിവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. കാരണം എത്രയോ വർഷങ്ങളായി നടക്കാത്ത കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഒരു ഗവൺമെൻറ് നടപ്പിലാക്കുന്നു എന്നുള്ളൊരു ബോധം അവർക്കുണ്ടായിട്ടുണ്ട്. ആ ഒരു മാറ്റം ഇന്ന് തിരൂരിൽ ദൃശ്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിലെ MLA-മാരൊക്കെ തന്നെ അവരുടെ പ്രഥമ നോട്ടീസിൽ തന്നെ ഒരു അഭ്യർത്ഥന ആദ്യം വീടുകളിലെത്തിക്കുമ്പോൾ അതിൽ തന്നെ അവർ പറയുന്നു 2000 കോടി 2400 കോടി എന്ന് പറയുന്നു. പ്രത്യേകിച്ച് തൊട്ടടുത്തുള്ള MLA, ഞാൻ ആ പേര് പരാമർശിക്കുന്നത്. അവിടെ അത് CPM-ൻ്റെ MLA-മാരോ ഒന്നുമല്ല, മറ്റ് പാർട്ടികൾ, ഇപ്പോൾ UDF-ൻ്റെ MLA-മാർ തന്നെയാണ് ഇത് പറയുന്നത്. എങ്ങനെയാണ് സാധ്യമായത്? കൃത്യമായി ആ മണ്ഡലത്തോട് പ്രതിബദ്ധതയും സർക്കാരിൻ്റെ മേൽനോട്ടമാണ് അവിടെ. പക്ഷേ അതുപോലും ഇവിടെ പ്രയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു രോഷമുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ റോഡുകളായാലും ഇവിടുത്തെ വിദ്യാലയങ്ങളായും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ധാരാളം പരാതികൾ വരികയാണ്. സത്യത്തിൽ ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യമേ അതാണ് സൂചിപ്പിച്ചത്. എൻ്റെ നാട്ടിൽ ഞങ്ങൾക്കും മാറ്റം ആവശ്യമാണ്. ഞങ്ങൾക്കും ഈ നാടിനനുസൃതമായുള്ള വികസന പ്രവർത്തനങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അതാണ് വിനീതനായ എൻ്റെ ഒരു ശ്രമം ഈ കാര്യത്തിൽ. അങ്ങ് പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്, എങ്ങനെയാണ് അതിനെ കാണുന്നത്? അപരന്മാരൊക്കെ അപ്പുറത്തുണ്ട്, 2-3 പേരല്ലേ? അപ്പോൾ എല്ലാ സമയങ്ങളിലും ഇവിടെ ഉള്ളൊരു പ്രവണത ധാരാളം, ഇപ്പോൾ എൻ്റെ പേരിന് സാമ്യമായ ധാരാളം പേരുകൾ കിട്ടും. കാരണം ഒരു മുസ്ലിം ഭൂരിപക്ഷം ഏരിയ ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടോ. അപ്പോൾ 4-5 ആളുകളെ ഒരേ പേരിൽ വെക്കുകയാണ്. ഇവിടെ ഒരു മത്സരം നിങ്ങൾക്കറിയാലോ, വളരെ വാശിയേറിയ മത്സരം കൂടിയാണ്. അപ്പോൾ അവന്മാരുടെ സാന്നിധ്യം വളരെ കുറവ്. അതോടൊപ്പം തന്നെ 10 വർഷമായി ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ്, CPM-ൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്ന ഒരാൾ. അപ്പോൾ ഇത്തവണ സ്വാഭാവികമായും ചിഹ്നത്തിലേക്ക് മാറേണ്ടതാണ്. അതങ്ങനെയാണല്ലോ, മുമ്പ് ഉള്ള പോലെയല്ല. അപ്പോൾ ആ ചിഹ്നം സ്വീകരിക്കുന്നതിലൂടെ കുറേ കൂടി ശക്തമായ മത്സരം, അതിനുള്ള റിസൾട്ടും നമുക്ക് വരും. സാധാരണ UDF-ൽ നിന്ന് വോട്ട് ഭിന്നിച്ചുകൊണ്ട് അങ്ങേക്കൊരു വലിയ വിഭാഗം കിട്ടാറുണ്ട്. പാർട്ടി ചിഹ്നത്തിലാകുമ്പോൾ അത് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? പാർട്ടി ചിഹ്നവും അതുമായി ഒന്നും ബന്ധമില്ല, പഴയ പോലെയല്ല. ഇപ്പോൾ അങ്ങനെ ചിഹ്നത്തിന് പ്രത്യേകതയൊന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ ഈ പാർട്ടി ചിഹ്നത്തിൽ നിന്ന് 1-ാം സ്ഥാനത്താണ് നമ്മൾ വരിക. മത്സരത്തിൽ 1-ാം സ്ഥാനത്ത് തന്നെ നമ്മളെത്തും. അത് ജനങ്ങൾ ആഗ്രഹിക്കുകയാണല്ലോ ഒരു മാറ്റം. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ പ്രദേശങ്ങളിൽ ചെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ മാറ്റത്തോടൊപ്പം ഞാനും നിൽക്കുകയാണ്. സാധ്യമാവും, ഒരു സംശയവുമില്ല. രാഷ്ട്രീയഭേദമനെ എല്ലാവരും വോട്ട് പ്രതീക്ഷിക്കുമ്പോൾ SDP ഇവിടെ സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല. ആർക്ക് അനുകൂലമാവും അവരുടേതെന്നുള്ള കണക്കൂട്ടലുണ്ടോ? അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, തിരൂർ ഇപ്പോൾ മുൻപ് താനൂരാണെങ്കിലും തിരൂരാണെങ്കിലും എന്തുകൊണ്ടാണ് ജനങ്ങൾ മാറി ചിന്തിക്കുന്നത്? അവരുടെ നാട് നന്നാവണം എന്നുള്ളതാണ്. ആ ചിന്താഗതിയിൽ എല്ലാവരും ഒന്നിച്ച് വോട്ട് ചെയ്യുന്നതിന് നമുക്ക് എതിർക്കാൻ കഴിയും. അത് ശരിയല്ല. ഇപ്പോൾ ഇവിടെ എതിർക്കുക എന്നുള്ളതല്ല, വിജയിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത്. ജനങ്ങൾ തീരുമാനിക്കട്ടെ, അവർ വോട്ട് ചെയ്യട്ടെ. മറ്റുള്ള വിവാദങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നത്, ഒരു ഇലക്ഷൻ വേളയിൽ വിവാദങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഭൂരിപക്ഷ പ്രതീക്ഷകൾ? തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തിന് നമ്മൾ ജയിക്കും. ഇപ്പോൾ ജനങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്നൊരു മാറ്റം. പാർട്ടി മാത്രമല്ല, പാർട്ടി തലത്തിൽ തന്നെ വർക്കുകൾ നടത്തുന്നു. അതിനപ്പുറം വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സ് ഏറ്റെടുത്തിട്ടുണ്ട്. അവർ തന്നെ പ്രചരണം നടത്തുന്നുണ്ട്. അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം ഞാൻ പ്രതീക്ഷയിലും അപ്പുറമാണ് പിന്തുണ വന്നുകൊണ്ടിരിക്കുന്നത്.
അത് തീർച്ചയായും ഗുണം ചെയ്യും. സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന പിന്തുണ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് അല്ലേ? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രാദേശികവാദമാണെന്ന് പലരും പറഞ്ഞേക്കാം. എങ്കിലും ഞാൻ ആ പ്രാദേശികവാദത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എന്നെ പോലെയുള്ള തിരൂരും അടുത്തുള്ള പഞ്ചായത്തുകളായാലും പതവനാടായാലും എല്ലാ ഭാഗങ്ങളിലും ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കും വേണ്ടേ. കേരളത്തിൽ നടന്നിട്ടുള്ള നിരവധി കാര്യങ്ങൾ അവരെല്ലാം കേൾക്കുകയാണ്, അവർ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുകയാണ്. സ്വാഭാവികമായും നാട്ടുകാരെല്ലാം തന്നെ അത് ആഗ്രഹിച്ച തെറ്റൊന്നും പറയാൻ കഴിയില്ല. അത് പാർട്ടി നോക്കിയിട്ടൊന്നുമല്ല. ഇപ്പോൾ ഓരോ പാർട്ടിയുടെ അടിസ്ഥാനത്തിലൊന്നും എല്ലാ പാർട്ടിക്കാരും രാഷ്ട്രീയ ഇതിൽ വിശ്വസിക്കുന്നവരെല്ലാവരും അതിനെ പിന്തുണക്കും. അതാണ് നമുക്ക് കാണാൻ പോകുന്നത്. അതാണ് ഒരു ചിത്രം അങ്ങനെയാണ് തെളിയാൻ പോകുന്നത്. വികസനം മുൻനിർത്തിയുള്ള പ്രചരണം ഫലം കാണും, നാട്ടിലെ ആദ്യ അംഗത്തിൽ വിജയം കാണുമെന്ന പ്രതീക്ഷയാണ് വി അബ്ദുറഹ്മാൻ പങ്കുവയ്ക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.